പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെയിൽ നാളെ 1200 ഇടവമാസം 4-ാം തീയതി, അതായത് 2025 മെയ് മാസം 18-ാം തീയതി രവിവാരം ഞായറാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്, ശുഭാശുഭ മുഹൂർത്തങ്ങളാണ്. നിങ്ങളുടെ നാളെയിൽ നാളെ മെയ് മാസം 18-ാം തീയതി തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:06 അസ്തമയം വൈകിട്ട് 6:36 നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. പലപ്പോഴും ഞായറാഴ്ച വിവാഹം കഴിഞ്ഞാൽ വരൻ്റെ അല്ലെങ്കിൽ വധുവിൻ്റെ വീട്ടുകാർ പുറപ്പെടേണ്ടുന്ന സമയവും വീട്ടിൽ രാഹുകാലത്തിന് മുമ്പേ എത്തുമോ അല്ലെങ്കിൽ അതിനുശേഷം എത്തുമോ എന്ന ഒരു പ്രാധാന്യമാണ് ഈ 4:30 മുതൽ 6 മണി വരെയുള്ള ഞായറാഴ്ചത്തെ രാഹുകാലത്തിന് ഇത്ര പ്രാധാന്യം വന്നത്. കാരണം പലപ്പോഴും ഞായറാഴ്ച വിവാഹങ്ങൾ ഉണ്ടായാൽ 1:30 മണിക്ക് 2:30 മണിക്ക് ഭക്ഷണം കഴിഞ്ഞാൽ ഒന്നുകിൽ 4:30 മുമ്പേ വീട്ടിൽ കയറണം, അല്ലെങ്കിൽ വളരെ ദൂരത്ത് നിന്ന് വന്നാൽ 6 മണിക്ക് ശേഷം കയറണം എന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനാണ് ഞായറാഴ്ചത്തെ രാഹുകാലത്തിന് ഇത്ര പ്രാമുഖ്യം വന്നത്. ഏതായാലും നാളെ ഞായറാഴ്ചയാണ്, നല്ല നക്ഷത്രമാണ്, നല്ല തിഥിയാണ്. ഇവിടെ ചന്ദ്രൻ ദുർബലനായി വരികയാണ്. കറുത്തപക്ഷം 5-ാം തീയതി കഴിഞ്ഞാൽ, പഞ്ചമി കഴിഞ്ഞാൽ ചന്ദ്രൻ ദുർബലനാണ്. നാളെ ഷഷ്ഠി തിഥിയാണ്. സപ്തമി വരെ ഇങ്ങനെ കൊണ്ടുപോകും. പിന്നീട് അങ്ങോട്ട് വളരെ ബുദ്ധിമുട്ടായി. കറുത്തപക്ഷത്തിലെ അഷ്ടമി ഒരു ഗുണവും ചെയ്യാത്ത തിഥിയാണ്. പിന്നെ ഒഴിഞ്ഞ തിഥിയാണ് നവമി. പിന്നെ ദശമി പലരും എടുക്കാറുണ്ട്. ഏകാദശി കൃഷ്ണന് വിശേഷപ്പെട്ട ദിവസമാണ് കറുത്തപക്ഷത്തിലെ ഏകാദശി. ഇങ്ങനെ തിഥികൾ ഇങ്ങനെ അങ്ങ് പോയിക്കോളും, വെളുത്ത പക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേതായാലും. നാളെ പ്രേക്ഷകർക്കൊരു സുവർണാവസരമാണ്, നല്ല ദിനം. ഞായറാഴ്ച ഉത്രാടം നക്ഷത്രം. ഉത്രാടം ആദിത്യൻ സൂര്യൻ ഭരിക്കുന്ന നക്ഷത്രമാകുന്നു. കാർത്തിക, ഉത്രം, ഉത്രാടം. ഞായറാഴ്ചയും ഉത്രാടം നക്ഷത്രം വരികയാണെങ്കിൽ നിർബന്ധമായും ശിവക്ഷേത്ര ദർശനം ചെയ്യണം, ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കണം. നിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഉത്രാടം നക്ഷത്രമുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പേരിലൊക്കെ തന്നെ നിങ്ങൾക്ക് നാളെ എന്ത് ചെയ്യാം? മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ വഴിപാടായി ചെയ്യാം. നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ കൂവളമാല ജലധാര വഴിപാടായി ചെയ്യാം. നാളെ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് വളരെ ഗുണമാണ്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുഗമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയമാമൃതാത് എന്ന മന്ത്രം ഒരു ഗുരുപദേശത്തോടുകൂടി നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നാളത്തെ ദിനം നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ ഓറ, ശരീരത്തിൻ്റെ ആ കാന്തിക പ്രഭാവലയത്തെ ആക്റ്റീവാക്കാൻ കഴിയും. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ആ മന്ത്രം ജപിക്കുക. വിദ്യ അഭ്യസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പഠിക്കുന്നവർക്ക് ശിവനെ, പ്രത്യേകിച്ച് ദക്ഷിണാമൂർത്തി സ്വാമിയെ ഭജിക്കുന്നത് വളരെ ഗുണമാണ്. ഞങ്ങൾ ജ്യോതിഷികൾ കവിടിയിൽ ഒരു പ്രത്യേക ശ്ലോകം ചൊല്ലി ദക്ഷിണാമൂർത്തിയെ ആ കവിടിയിലേക്ക് ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. അതിശക്തമാണ് ജ്യോതിഷത്തിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ആ ശ്ലോകം. ഓം കൈലാസാദ്രീശകോണേ സുരവിടവിതടേ സ്ഫാടികേ മണ്ഡപേ സന്മാതങ്കാരാദി പീഠോപരി പരിലസിതം സേവ്യമാനം സുരൗഘൈഹി ജാനുസ്ഥം വാമബാഹും മൃഗമഭി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യുദ്യോഗവേഷ്ടം ദദത ഋഷിഗണേ ജ്ഞാനമീശാനമീഡേ. അതിശക്തമായൊരു മന്ത്രമാണ്. ആ കണ്ണടച്ചുള്ള ദക്ഷിണാമൂർത്തിയെ നിങ്ങൾ മനസ്സിൽ നിന്ന് ധ്യാനിക്കൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്ത് ശാന്തതയാണ്. വിദ്യ അഭ്യസിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ശാന്തതയാണ്. ആ ശാന്തത നിങ്ങൾ കാണണമെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ആ ഒരു ചിത്രം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. വളരെ അനുകൂലമായ ഒരു വൈബ്രേഷൻ, പോസിറ്റീവ് വൈബ്രേഷൻ ഓറ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സംജാതമാകും. നാളെ കാലത്ത് 7 മണി മുതൽ 10 മണി വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിനിയോഗിക്കാം. യാത്രയാകാം, വിവാഹത്തിന് ക്ഷണമാകാം, മറ്റ് സാമ്പത്തികമായ വിഷയങ്ങളിലായാലും. ഇടവം, മിഥുനം രാശികൾ കിട്ടും ഈ ഒരു സമയത്ത്. വളരെ അനുകൂലമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ഈ 3 മണിക്കൂർ സമയം. കാലഹോരയും വളരെ നല്ലതാണ്. ശുക്രൻ്റെയും ബുധൻ്റെയും ചന്ദ്രൻ്റെയും കാലഹോര തൽസമയത്ത്
വരുന്നത് കൊണ്ട് നാളത്തെ ദിനം ധന്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.